ഗൈസ്, അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിൻ്റെ ബാക്കി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചേ ഈ കോസർകോട്ടൻ്റെ അടുത്ത് എനിക്ക് വന്ന് ഈ ഗോളടിച്ച്, എനിക്ക് വന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഈ ഗോളടിച്ചത്. കയറുക ഓർമ്മയുണ്ട്. ഓർഡറാ, നിനക്കല്ല ഏറ്റവും സ്പീഡ് കൂടുതൽ. പിന്നെ എൻ്റെ കയ്യിൽ ഈ കെയ്ലിൻ എംബാപ്പേനെക്കാട്ട് സ്പീഡുള്ള എനിക്കൊന്നും ഒറ്റ ഒരാളും ഒന്നാണ്ടുള്ളൂ. അല്ല, കെയ്ലിൻ എംബാപ്പേൻ്റെ സ്പീഡുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ആരും ഉണ്ടെന്നാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ റീഡ് ചെയ്യണം. ഗൈസ്, റോഡ്രോ മാർട്ടിനസ് അവിടെ ആളാവും. അവിടെ തീരുമ്പോൾ ഇവന് കൂടി അടിക്കും. ഭാഗ്യ ലാസ്റ്റ് സമയത്ത് അവന്മാരടിക്കാത്ത AI ആണ്. ഗൈസ്, ഇതിനകത്ത് അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഈ AI ഭയങ്കര ഗ്ലിച്ചാണ് ഗൈസ്. ഞാൻ ഉണ്ടല്ലോ ചില സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ, ക്രോസ് കൊടുക്കുമ്പോൾ അത് പോവില്ല. ഇതിങ്ങനെ ഞാൻ സ്പീഡ് നന്നായിട്ട് കുറച്ചാലും അത് പോവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. ഡീപോൾ റോഡ്രോ മാർട്ടിനസ് എടാ ഫൗളറാ, എന്തൊക്കെയാണ് കയറി വന്നേ. ഇതേപോലെ തന്നെ ആയിരുന്നു അവനും ചെയ്തു, എന്നിട്ട് എനിക്ക് ഫൗൾ വന്നില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ആകെ ഈ ഗോൾ കീപ്പറും എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പേർലിച്ച് എന്ന് വെച്ചാൽ നവാസ്. അത് ഞാൻ എന്താ യൂട്യൂബിലും ഷോർട്സും കണ്ടപ്പോൾ അതിനകത്തുനിന്ന് കണ്ടത്. ഏറ്റവും നല്ല ഗോൾ കീപ്പർ അങ്ങനെ കണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ അതിന് 98 റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ്. റിഫ്ലക്സ് കൂടിയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഒരു ഗോൾ കീപ്പറിനെ മേടിക്കില്ല കേട്ടോ പ്ലീസ്. അപ്പം നമുക്ക് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ. ഞാൻ ആ മാർട്ടിനസിൻ്റെ ഫുള്ള് ട്രെയിനിങ് ഇതല്ലായിരുന്നു. നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടുവരുന്നു. അത് ഞാൻ നോക്കാൻ പറഞ്ഞു. ഫുള്ള് ട്രെയിൻ ചെയ്തിട്ടില്ല. ഓടെ വെറുത്തില്ലടാ. എല്ലാം പോട്ടെ. കൊള്ളാം, എല്ലാം പോകും. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ഗൈസ്, സ്കിൽ ട്രെയിനിങ് അല്ല, അത് 11 ഉണ്ടല്ലേ. എത്രയായി? 99 ആവും. എനിക്ക് തോന്നുന്നു 99 ആവുന്നു. 100 ഗൈസ്. ഗൈസ്, എൻ്റെ ഈ ലൂയിസ് റോമൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് അത്രയായേ. എനിക്ക് പിന്നെ ഇതിലെനിക്ക് ഒരു ഡബിൾ ടച്ച് കൊടുക്കണം. എൻ്റെ ഒരു ഇത്ര ഇല്ല, ഞാനൊന്നും ഒരു സംഭവം നോക്കുന്നില്ല. സ്റ്റീൽ ട്രിക്ക് ഇത് നല്ലതാ. സൂപ്പർ സബ് നല്ലതാ. എൻ്റെ കയ്യിൽ ഒരു സൂപ്പർ സബ് പോലും ഇല്ല. അക്രോബാറ്റിക് ഫിനിഷിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടച്ച് ഇവനൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ. ഈ ഡിഫൻഡർ അല്ലേ, കൊടുത്തിട്ട് കാര്യമില്ല. ഗസിനെ പോയിട്ട് ബെക്കൻബോറിൻ്റെ ഇത് വറക്കാം. അടിക്കാം. നിങ്ങളെന്താണ് പറഞ്ഞത്? ഇതിന് ബെക്കൻബോറിനെ കിട്ടുമോ? എനിക്കൊന്നും ബെക്കൻബോറിനെ കിട്ടൂല. എന്നാ എനിക്ക് ഉറപ്പാണ് ബെക്കൻബോറിനെ കിട്ടൂല.
ബോർഡ് നല്ലതാണ് ഗൈസ്. 25 ദിവസം ഉണ്ടല്ലേ. ഓ, ഇതൊരു നല്ല ഡീലാണ്. ഇല്ല ഗൈസ്, എനിക്ക് തോന്നിയത് ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ റിലീസ് ചെയ്ത് കളയുക ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സ്പേസ് അല്ല, ഇതിനകത്ത് പ്ലേയേഴ്സ് ഓർഡറായിരിക്കും. അപ്പം that will be make your team better. ഒന്നും കൂടെ പിന്നെ വേറെ ഒന്നുകൂടെ വരുമല്ലോ. ഇതിനകത്ത് എനിക്ക് ഫ്രഷോഡ് സീസൺ ലെവൽ ട്രെയിൻ ചെയ്തോളാം. ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫുള്ളായിരുന്നു. കുഴപ്പമില്ല ഗൈസ്. എത്ര ഉണ്ടാവും ഗൈസ്, ഞാൻ നോക്കിയിട്ടില്ല. എത്ര കീറും നമുക്കൊരു കാര്യം ചെയ്യാം. ഓ 92. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ എടുത്ത് 96 ഗൈസ്. ഓ, അപ്പം റാഷോഡ് നല്ലതാണ്. എടാ ഞാൻ ഇപ്പം മാറ്റാട്ടോ, ഡീറ്റെയിൽസ് നോക്കാം. ഓ, അറ്റാക്കിൻ്റെ അവയർനെസ് സ്പീഡ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്, നല്ലൊരു കാർഡാണ്. നല്ലതാട്ടോ. ടീമിന് സ്ട്രെങ്ത് കിട്ടുന്നു കൂടി. ഇനി ഇത് നോക്കുന്നോട്ടൊന്നും തോന്നല്ലേ. ഹീറ്റ് കണ്ടോ നിങ്ങൾ? ഗോൾ കീപ്പറിന് ഫോമാണല്ലോ. പോർട്ട്മാനെ മാറ്റാം. ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രം. നമുക്ക് റാഷോഡ് ഇത് കളിക്കുമോ? അല്ല, കളിക്കുമോ നോക്കാം നമുക്ക്. എടാ കളിക്കൂടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാഷോഡിൻ്റെ പകരം ലോട്രോ മാർട്ടിനസ്. ഗൈസ് ഇതിൻ്റെ ഹാഫ് കളിക്കാം. ഇതിൻ്റെ ഹാഫ് കളിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ പകുതിയിൽ നിന്നൊക്കെ നിർത്തിയിട്ടു. ചിലപ്പം പറയാൻ പറ്റൂല. ഗൈസ് എനിക്ക് തോന്നി റാഷ് ഡീപ്പോൾ എടാ. ഓ ഡെമീബേ. എടാ സ്കില്ലിട്ടു, ബട്ട് സ്കില്ലിട്ട് അവൻ്റെ കാലിലേക്ക് തന്നെയാണ് നമ്മൾ അടിച്ചത്. അതുകൊണ്ട് പണി കിട്ടി ഗൈസ്. എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കുറവാട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹാഫ് നിർത്തുമെന്ന്. ഒരു ഗോളെങ്കിലും ഞാൻ ഈ 1 ടച്ച് പാസ് കൊടുക്കുന്നു നോക്കുന്നതാണ് പ്രശ്നം.
സ്ഥലമൊക്കെ ഓ എന്തോ ഭാഗ്യം. ഓ ജീസസ് നവാസല്ലേ. എന്തോ നവാസുണ്ട്, പക്ഷെ അത് ജീസസിന് എനിക്ക് ചെയ്യാൻ കോശക്കോട്ടെ. എത്തിയില്ല ഗൈസ്. നല്ല ഇന്റർസെപ്ഷൻ ആയിരുന്നു അത്. പ്ലീസ് ഗൈസ്, എനിക്ക് പെട്ടെന്ന് ജയിക്കണമെന്ന് തോന്നുന്ന ആ സമയമെല്ലാം ഫൗൾ ചിലപ്പോൾ ഇതെനിക്ക് ഇതായതുകൊണ്ട് അറിയാം ഇങ്ങനെ അടിക്കുമെന്ന്. പക്ഷെ എങ്ങോട്ട് അടിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത്താണ് വേണ്ടത്. റോഡ്രിഗറും ഉള്ള കേട്ടോ. ചിലപ്പോൾ ലോട്ടറോ മാർട്ടിനസ് അത്രയും പോകും. ഞാനും വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ ആവാത്തതെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്. എടാ പോയി എടാ, ഞാനത് നെയ്മറിന് വൺ ടച്ച് കൊടുക്കണം. പക്ഷെ ഞാൻ നെയ്മറിനെ മാത്രം ശ്രദ്ധിച്ചുള്ളൂ, മറ്റവനെ ശ്രദ്ധിച്ചു. സെർജിയോ റാമോസ്. ഇതിപ്പോൾ കഴിയും. കഴിയുന്ന കൂടെ ഒന്നും അടിക്കല്ലേ. ഓ ഇതാണ് കോശക്കോട്ട. ഓ മെസ്സിയുടെ ടച്ച് കണ്ടോ. ഇതവരാണ്ട് കൂടുതൽ. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇത് നിർത്തുക കേട്ടോ. എൻ്റെ ഒരു ചാർജ് 14% ഉള്ളപ്പോൾ ഞാൻ നിർത്തുവാണ്. ഓക്കെ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഞാൻ പറയാൻ വിട്ടുപോയി.